നമസ്കാരം. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ അന്വേഷണം വീണ വിജയനിൽ ഒതുങ്ങില്ല. വീണയിൽ തുടങ്ങി നിലവിലെ UDF മന്ത്രിമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ED നീക്കം. 130 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ അടപടലം പൂട്ടാനാണ് ED ഒരുങ്ങുന്നത്. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് എതിരായ ഹർജി ഹൈക്കോടതി തള്ളിയത് വീണയ്ക്ക് മാത്രമല്ല, ഡയറിയിൽ പേരുള്ള UDF മന്ത്രിമാർക്കുൾപ്പെടെ കുരുക്കായി മാറിയിരിക്കുകയാണ്. ഡയറിയിൽ പേരുള്ള മുഴുവൻ പേർക്കുമെതിരെ അന്വേഷണത്തിനാണ് ED ഒരുങ്ങുന്നത്. കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ED നീക്കം. CMRL ഉടമ കരിമണൽ കർത്തയുടെ ഡയറിയിൽ പേരെഴുതിയിട്ടുള്ള മുഴുവൻ പേരും ഈ അന്വേഷണ പരിധിയിൽ വരും. വീണയിലാണ് അന്വേഷണം തുടങ്ങിയതെങ്കിലും അത് UDF മന്ത്രിസഭ കൂടിയാണ് EDയുടെ ഉന്നം. CMRL കമ്പനി മാസപ്പടിയായി നൽകിയ തുക എത്രയെന്നും പണം കൈപ്പറ്റിയവർ ഈ തുക കൊണ്ട് എന്ത് ചെയ്തു എന്നുമൊക്കെയാണ് ED അന്വേഷിക്കുന്നത്. വീണയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത രീതിയിൽ മാസപ്പടി വാങ്ങിയ നേതാക്കളുടെ ബാങ്ക് അക്കൗണ്ടും ED ഫ്രീസ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. ഇന്നലെ വീണ വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 242 അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് ED കണ്ടെത്തിയത്. 18 കോടി രൂപ ഈ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നു. ഇത് ED മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണയുടെ കണ്ണൂരിലെ വീട്ടിലും ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും CMRLുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിലുമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ഇന്നലെ റെയ്ഡ് നടത്തിയത്. വാഹനങ്ങൾ ഉൾപ്പെടെ തകർത്ത് നടത്തിയ അക്രമം കൊണ്ടാണ് തിരുവനന്തപുരം പിണറായിയുടെ വീട്ടിൽ നടന്ന റെയ്ഡ് CPM നേരിട്ടത്. ഇത് ED വൃത്തങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മാസപ്പടി കേസിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ വരും ദിവസങ്ങളിൽ ED കൈക്കൊള്ളുമെന്നാണ് സൂചന. ഇല്ലാത്ത സേവനത്തിനാണ് വീണയുടെ കമ്പനി എക്സാലോജിക്കിന് CMRL പണം നൽകിയത്. CMRL വഴി 132 കോടി രൂപയുടെ വ്യാജ പണം വിതരണവും 182 കോടിയോളം രൂപയുടെ സാങ്കല്പിക ഇടപാടുകളും നടന്നിട്ടുണ്ട്. ഈ പണം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം എന്ന നിലയിലാണ് ED കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നടപടികൾ ശക്തമാകും. നടന്നത് വലിയ ക്രൈമാണെന്ന നിഗമനത്തിലാണ് ED അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ED റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇതേവരെ മറുപടി നൽകിയിട്ടില്ല. ഈ നിശബ്ദതയും ചർച്ചയാകുന്നുണ്ട്. EDയുടെ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED നടപടി ഉറ്റുനോക്കപ്പെടുന്നതും.